Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പ്രശ്നമല്ല. ഇത് കമ്പനിക്കാർ തമ്മിലുള്ള കളിയാണ്. ആ കളിക്ക് നിങ്ങൾ വെറുതെ നിന്ന് ഇടങ്ങേറാവണ്ട. അല്ല എവിടെ പേടിക്കണ്ട. നിങ്ങൾ ഇത് വെട്ടിപ്പ് അങ്ങനെ കാണണോ? നിങ്ങൾ ഇവിടുന്ന് പോകല്ലോ. നാട്ടിൽ നാട്ടിൽ പോയി ആവശ്യം പറയും. നമ്മൾ തന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാൾ ചായ വരുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു തരും. നിങ്ങൾ പോയാൽ ഈ വണ്ടി ഇവിടുന്ന് പോകൂല കേട്ടോ. നിങ്ങൾ ഇവിടെ ആർക്കും വേണ്ട. കോഴിമാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞ് ചിക്കൻ സ്റ്റാൾ ഉടമകൾ. ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യവുമായി എത്തിയ കർണാടക രജിസ്ട്രേഷൻ വാഹനം ഉൾപ്പെടെയാണ് നിലമ്പൂർ വണ്ടൂർ ഭാഗങ്ങളിൽ നിന്നും എത്തിയ 50ഓളം വ്യാപാരികൾ ഇന്ന് പുലർച്ചെ 4:15 മൂലേപ്പാടം പാലത്തിന് സമീപം തടഞ്ഞത്. ജില്ലാ ശുചിത്വ മിഷന്റെ അനുമതിയോടെ ജില്ലയിൽ 16 കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് മൂലേപ്പാടം വിജയപുരത്തുള്ളത്. ജില്ലയിലെ കോഴിമാലിന്യങ്ങളാണ് ഈ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ അനുമതി. എന്നാൽ കോഴിക്കോട്, വയനാട്, ഗൂഡല്ലൂർ, നീലഗിരി, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കോഴിമാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ വിജയപുരത്തെ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ 1 കിലോ കോഴിമാലിന്യത്തിന് ശുചിത്വ മിഷൻ നിർദ്ദേശപ്രകാരം വ്യാപാരികൾ 5 രൂപ നൽകണം. ഇപ്പോൾ 10 രൂപയാണ് കമ്പനിക്കാർ ചോദിക്കുന്നത്. 2026 മുതൽ കിലോയ്ക്ക് 20 രൂപ വീതം ഈടാക്കാൻ ശുചിത്വ മിഷന് കത്ത് നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കോഴിമാലിന്യങ്ങൾ സംസ്കരിക്കാൻ അനുമതിയുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കോഴിമാലിന്യങ്ങൾ എത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വ്യാപാരികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വാഹനങ്ങൾ കൊണ്ടുപോകാൻ വ്യാപാരികൾ അനുവദിച്ചിട്ടില്ല. കോഴിമാലിന്യങ്ങൾ ഫീസർ സൗകര്യം പോലും ഇല്ലാതെ വരുന്നതിനാൽ ചാലിയാർ പഞ്ചായത്തിലെ ജനങ്ങൾ ദുർഗന്ധം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം അകമ്പാടത്ത് വ്യാപാരികൾ മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. പോലീസ് വീണ്ടും സ്ഥലത്തെത്തി ചർച്ച നടത്തി തങ്ങളുടെ ആവശ്യം അംഗീകരിച്ച ശേഷമേ വാഹനങ്ങൾ വിടൂ എന്ന നിലപാടിലാണ് ചിക്കൻ സ്റ്റാൾ ഉടമകൾ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.